അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് നയങ്ങൾക്ക് കനത്ത ആഘാതമേൽപ്പിച്ചുകൊണ്ട് മേഖലയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ 2 അമേരിക്കൻ സൈനികർ കൂടി കൊല്ലപ്പെട്ടു. ജോർദാനിലും ഇറാഖിലുമായി നടന്ന വ്യത്യസ്തമായ ആക്രമണങ്ങളിലാണ് ഈ സൈനികർക്ക് ജീവൻ നഷ്ടമായതെന്ന് US സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാത്രം കൊല്ലപ്പെടുന്ന അമേരിക്കൻ സൈനികരുടെ എണ്ണം ഇതോടെ 4 ഉയർന്നു എന്നത് വാഷിംഗ്ടണിനെ കടുത്ത ആശങ്കയിലായിട്ടുണ്ട്. ഈ പെട്ടെന്നുള്ള സൈനിക നഷ്ടം ട്രംപ് ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കുക മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ അവരുടെ പ്രതിരോധ തന്ത്രങ്ങളുടെ ആഴത്തിലുള്ള പരാജയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മേഖലയിലെ പ്രകോപനങ്ങൾ ലഘൂകരിക്കാനും ഇറാന്റെ സ്വാധീനം കുറയ്ക്കാനും ലക്ഷ്യമിട്ട് ട്രംപ് മുന്നോട്ട് വെച്ച തന്ത്രപരമായ നീക്കങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയായാണ് ഈ സംഭവം വിലയിരുത്തപ്പെടുന്നത്. ഔദ്യോഗിക US കണക്കുകൾ പ്രകാരം മരണസംഖ്യ 4 ആണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും യഥാർത്ഥ നാശനഷ്ടങ്ങൾ ഇതിലും വളരെ കൂടുതലാണെന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അവകാശവാദം. ആക്രമണത്തിന്റെ വ്യാപ്തിയും അമേരിക്കൻ സൈന്യത്തിന് സംഭവിച്ച ആൾനാശവും US ഭരണകൂടം മറച്ചുവെക്കുകയാണെന്ന് ഇറാനിയൻ മാധ്യമങ്ങളും ഔദ്യോഗിക വൃത്തങ്ങളും ആരോപിക്കുന്നുണ്ട്. ഈ വിരുദ്ധമായ അവകാശവാദങ്ങൾ മേഖലയിലെ വാർത്തായുദ്ധത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ജോർദാനിലെയും ഇറാഖിലെയും അതീവ സുരക്ഷിതമെന്ന് കരുതപ്പെട്ടിരുന്ന US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ഈ നീക്കം അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പോരായ്മകളെയാണ് തുറന്നു കാട്ടുന്നത്. അത്യാധുനിക ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് US താവളങ്ങളുടെ പ്രതിരോധ നിരയെ മറികടക്കാൻ അക്രമികൾക്ക് കഴിഞ്ഞു എന്നത് പെന്റഗണിനെ ഞെട്ടിച്ചിട്ടുണ്ട്. കനത്ത സുരക്ഷാ വലയത്തിലുള്ള താവളങ്ങൾ പോലും ഇപ്പോൾ സുരക്ഷിതമല്ലെന്ന യാഥാർത്ഥ്യം അമേരിക്കൻ സൈനികരുടെ മനോവീര്യത്തെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയേറെയാണ്. ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെന്നാണ് വാഷിംഗ്ടണിൽ നിന്നുള്ള പ്രാഥമിക സൂചനകൾ വ്യക്തമാക്കുന്നത്. മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള തങ്ങളുടെ പ്രോക്സി ശൃംഖലയെ ഉപയോഗിച്ച് അമേരിക്കയെ നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നതെന്ന് US സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. എന്നാൽ ഇത്തരം ആക്രമണങ്ങളെ നേരിട്ട് പ്രതിരോധിക്കുന്നതിൽ ട്രംപ് ഭരണകൂടം സ്വീകരിച്ച മൃദു സമീപനമാണ് ശത്രുക്കൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകിയതെന്ന വിമർശനവും ശക്തമാണ്. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ സംഭവം വലിയ രീതിയിലുള്ള ചലനങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. തങ്ങളുടെ സൈനികരുടെ ജീവൻ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട ട്രംപ് ഭരണകൂടത്തിനെതിരെ പ്രതിപക്ഷം ശക്തമായ ആയുധമായി ഇതിനെ മാറ്റുകയാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കണമെന്ന ആവശ്യവും അതല്ലെങ്കിൽ ഇറാനെതിരെ കടുത്ത സൈനിക നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഒരുപോലെ ഉയരുന്നുണ്ട്. ഈ 2 സമ്മർദ്ദങ്ങൾക്കും നടുവിൽപ്പെട്ട് കൃത്യമായൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിലവിൽ വൈറ്റ് ഹൌസ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അവകാശവാദങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയില്ലെന്നാണ് മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നവർ പറയുന്നത്. മുൻകാലങ്ങളിലും തങ്ങൾക്ക് സംഭവിക്കുന്ന നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവിടാൻ അമേരിക്ക തയ്യാറായിരുന്നില്ല എന്ന ചരിത്രം അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രാഷ്ട്രീയമായ തിരിച്ചടികൾ ഭയന്നാണ് ട്രംപ് മരണസംഖ്യ കുറച്ചു കാണിക്കാൻ ശ്രമിക്കുന്നതെന്ന ഇറാന്റെ വാദത്തിന് അറബ് ലോകത്ത് വലിയ പ്രചാരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ വിദേശ നയത്തിലെ ഏറ്റവും വലിയ ദൗർബല്യമാണ് ഈ പുതിയ പ്രതിസന്ധിയിലൂടെ വെളിവാകുന്നത്. ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ഇറാനെ ഒതുക്കാമെന്ന ട്രംപിന്റെ കണക്കുകൂട്ടലുകൾ പാടെ പിഴച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും തങ്ങളുടെ സൈനിക ശേഷിയും പ്രോക്സി ഗ്രൂപ്പുകളുടെ ഏകോപനവും നിലനിർത്താൻ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഈ ആക്രമണങ്ങൾ തെളിയിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ സഖ്യകക്ഷിയായ ഇസ്രയേലും സൗദി അറേബ്യയും അതീവ ജാഗ്രതയോടെയാണ് ഈ സാഹചര്യത്തെ വീക്ഷിക്കുന്നത്. അമേരിക്കയ്ക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരം തിരിച്ചടികൾ തങ്ങളുടെ രാജ്യങ്ങളുടെ സുരക്ഷയും ബാധിക്കുമെന്ന ആശങ്ക അവർക്കുണ്ട്. US സൈന്യത്തിന് തങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ലെന്ന ധാരണ മേഖലയിൽ പടർന്നാൽ അത് സഖ്യകക്ഷികൾക്കിടയിൽ അമേരിക്കയ്ക്കുള്ള വിശ്വാസ്യത പൂർണ്ണമായും തകർക്കും. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മിഡിൽ ഈസ്റ്റിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തിയത്. അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന പ്രകോപനങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ കഴിയാത്തത് വാഷിംഗ്ടണിന്റെ തന്ത്രപരമായ പരാജയമാണ്. ശത്രുക്കളുടെ നീക്കങ്ങളെ മുൻകൂട്ടി അറിയുന്നതിൽ US രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് സംഭവിച്ച വീഴ്ചയും ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. 24 മണിക്കൂറിനിടെ 4 സൈനികർ കൊല്ലപ്പെട്ടത് ട്രംപിന് മേൽ കടുത്ത പ്രതികാര നടപടികൾക്കായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്നാൽ ഇറാനെതിരെ നേരിട്ടുള്ള ഒരു സൈനിക നീക്കം നടത്തിയാൽ അതൊരു ആഗോള യുദ്ധത്തിലേക്ക് വഴിമാറുമെന്ന ഭയം ട്രംപിനുണ്ട്. തന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായ അനാവശ്യ യുദ്ധങ്ങളിൽ നിന്ന് അമേരിക്കയെ പിൻവലിക്കുക എന്ന നയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കേണ്ടി വരുന്നത് ട്രംപിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയെ ബാധിക്കും.
അമേരിക്കൻ സൈന്യത്തിന്റെ അജയ്യത എന്ന പാപത്തെ തകർക്കാൻ കഴിഞ്ഞത് തങ്ങളുടെ നയതന്ത്ര സൈനിക വിജയമായാണ് ടെഹ്റാൻ ആഘോഷിക്കുന്നത്. വരും ദിവസങ്ങളിൽ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇറാൻ അനുകൂല മാധ്യമങ്ങൾ നൽകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിലെ US സൈനിക വിന്യാസം പുനഃപരിശോധിക്കേണ്ട അവസ്ഥയിലാണ് പെന്റഗൺ ഉള്ളത്. സൈനികരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി കൂടുതൽ ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾ മേഖലയിലേക്ക് എത്തിക്കേണ്ടി വരും. എന്നാൽ ഇത് കൂടുതൽ സൈനിക ചെലവുകൾക്കും അമേരിക്കൻ ജനതയുടെ പ്രതിഷേധത്തിനും കാരണമായേക്കാം. ട്രംപ് ഭരണകൂടത്തിന്റെ മധ്യപൂർവേഷ്യൻ തന്ത്രങ്ങൾ അതിന്റെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത വെല്ലുവിളികളെ നേരിടാൻ കേവലം പ്രസ്താവനകൾക്കപ്പുറം വ്യക്തമായ ഒരു പ്ലാൻ ട്രംപിന്റെ പക്കലില്ലെന്ന് ഈ സംഭവം തെളിയിക്കുന്നുണ്ട്. അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തിന് വലിയ തകർച്ചയുടെ ഭീഷണിയായി ഇത് മാറിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ട്രംപ് സ്വീകരിക്കുന്ന നിലപാടുകൾ മിഡിൽ ഈസ്റ്റിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. സൈനിക നഷ്ടത്തിന് പകരമായി ഇറാനിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക തിരിച്ചടിക്ക് മുതിർന്നാൽ അത് മേഖലയെ പൂർണ്ണമായി നാശത്തിലേക്ക് നയിച്ചേക്കാം. അതല്ലെങ്കിൽ സമാധാന ചർച്ചകൾക്ക് തയ്യാറാക്കേണ്ടി വരുന്നത് അമേരിക്കയുടെ പരാജയമായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യും. ജോർദാനിലും ഇറാഖിലും പൊളിഞ്ഞ അമേരിക്കൻ സൈനികരുടെ ജീവൻ ട്രംപ് ഭരണകൂടത്തിന്റെ തെറ്റായ മിഡിൽ ഈസ്റ്റ് നയങ്ങളുടെ നേരിട്ടുള്ള പരിണിത ഫലമാണ്. ഇറാനെ പൂർണ്ണമായി കീഴ്പ്പെടുത്താമെന്ന അമേരിക്കൻ വ്യാമോഹങ്ങൾക്കേറ്റ കനത്ത പ്രഹരമായി ഇറാനെ പൂർണ്ണമായി കീഴ്പ്പെടുത്താമെന്ന അമേരിക്കൻ വ്യാമോഹങ്ങൾക്കേറ്റ കനത്ത പ്രഹരമായി ഈ 24 മണിക്കൂർ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല.